ഓണമായി ഓണം വന്നില്ല എന്ന് പറഞ്ഞ അവസാനത്തെ ഒന്നാം ഓണം ഇന്നാണ്. തിരുവോണത്തെ വരവേൽക്കാനുള്ള ദിവസമാണ് ഈ ഉത്രാടപ്പാച്ചിൽ. അപ്പൊ ആ ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും ഒക്കെയും ഓണവിപണിയും വഴിയോര കച്ചവടവും ഒക്കെ സജീവമാണ്. പുത്തനുടുപ്പും സദ്യക്കുള്ള വിഭവങ്ങളും വാങ്ങാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് മലയാളികളെല്ലാം. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് പലയിടത്തും അനുഭവപ്പെടുന്നത്. നമ്മൾ രാവിലെ ചാല മാർക്കറ്റിലെയും ഈ കോഴിക്കോട് പാളയ മാർക്കറ്റിലെയും പാലക്കാട്ടെയും ഒക്കെ കാഴ്ചകൾ, കൊച്ചിയിലൊക്കെ കാഴ്ചകൾ കണ്ടതാണ്. അപ്പോൾ വിപണി വലിയ രീതിയിൽ സജീവമൊന്നും ആയിരുന്നില്ല. കാരണം ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് വരുന്നതല്ലേ ഉള്ളൂ. അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ആളുകളൊക്കെ നേരത്തെ വന്ന് സാധനമൊക്കെ വാങ്ങി വീട്ടിൽ പോയിട്ട് പിന്നെ ബാക്കി പരിപാടിയിലേക്ക് കടക്കാനുള്ള ഒരു ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഓരോ സ്ഥലത്തെയും കാഴ്ചകളൊക്കെ നോക്കാം. തിരുവനന്തപുരം പഴവങ്ങാടിയിൽ നിന്ന് ഹാൻസ് ജോണ്, ചാല മാർക്കറ്റിൽ നിന്ന് ചന്തു ഉണ്ട്, കോഴിക്കോട്ടാണെങ്കിൽ പാളയം മാർക്കറ്റിൽ നിന്ന് ദിൽഷ, എറണാകുളത്ത് ഷീനയുണ്ട്, പാലക്കാട് നിന്ന് അജിത്തും ഒക്കെയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. നമുക്ക് ഹാൻസിലേക്ക് പോകാം. ഹാൻസെ, പഴവങ്ങാടിയിലാണ് ഹാൻസ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്താണ് പഴവങ്ങാടിയിൽ 9 മണി കാഴ്ച? ഉത്രാടപ്പാച്ചിൽ തിരുവനന്തപുരത്ത് പൂർണ്ണ അർത്ഥത്തിൽ തുടങ്ങി കഴിഞ്ഞോ? സേതു, തിരുവനന്തപുരം നഗരം ഓണത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷേ വലിയ രീതിയിലുള്ളൊരു തിരക്കിലേക്ക് പഴവങ്ങാടി സ്ട്രീറ്റ് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ രാവിലെ നമ്മൾ ചാല മാർക്കറ്റിലൊക്കെ പോയിരുന്നു. ചാല മാർക്കറ്റിൽ വലിയ തിരക്കുണ്ട്. പക്ഷേ ഇവിടെ പഴവങ്ങാടിയിലും തിരക്ക് ഇങ്ങനെ ഉണർന്നു വരികയാണ്. അല്ലെങ്കിൽ ആളുകളൊക്കെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും പറ്റാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ തന്നെ സജീവമായിട്ട് തന്നെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ സേതുവിന് അറിയാവുന്നതുപോലെ തന്നെ ഈ പഴവങ്ങാടി സ്ട്രീറ്റിൽ അധികവും ഈ വഴിയോര കച്ചവടക്കാരാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ കഴിയും വളരെ വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെയാണ് വഴിയോരത്ത് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത്. പലരും വന്ന് ഇത്തരത്തിൽ നോക്കിയൊക്കെ പോകുന്നുണ്ട്. കുട്ടികളിലേക്ക് കുട്ടി നല്ല ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അധികവും കടകളിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ വസ്ത്രങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഓണക്കോടികൾ പലരും ഇവിടെ വന്നിട്ട് നോക്കി പോകുന്നതൊക്കെ കാണാം. പക്ഷേ ആൾക്കാർ നേരത്തെ രാവിലെ പച്ചക്കറി വാങ്ങാനാണ് ഇറങ്ങിയതെങ്കിൽ ഇപ്പോൾ രാവിലെ വന്നിട്ട് ഡ്രസ്സും അതിനുവേണ്ട ആക്സസറീസും എല്ലാം വാങ്ങാനുള്ള ഒരു തിരക്കിൽ കൂടെയാണ് ആളുകൾ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട് സേതു, നമ്മൾ രാവിലെ ഒക്കെ ലൈവ് എടുത്തപ്പോൾ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പ്രധാന കാര്യം, നാളത്തെ ഓണത്തിനും അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഏറ്റവും സജീവമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെയുള്ള ഒരാൾ മുല്ലപ്പൂ കച്ചവടം വലിയ രീതിയിൽ പഴവങ്ങാടിയിൽ നടക്കുന്നുണ്ട്. ചേച്ചി, മുഴം എന്താ വില? മുഴം 80 രൂപ. 80 രൂപ. കൂടിയതാണോ കുറഞ്ഞതാണോ? എൻ്റെ കുറഞ്ഞ കടയിൽ 100 രൂപ. കടയിൽ 100 രൂപയാണ്. എങ്ങനെ മുല്ലപ്പൂ കിട്ടാനുണ്ടോ? കിട്ടാറുണ്ട്. വില 80 ആണെന്ന് മാത്രമേ. എങ്ങനെ കച്ചവടം ഉണ്ടോ? കച്ചവടം ഇന്നലെ കുറവായിരുന്നു. ഇനി മേലെ അറിയാം. ഭഗവാൻ തറഞ്ഞ് തന്നാ കൊണ്ടുപോയില്ലേ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകും. രാവിലെയൊക്കെ തിരക്കുണ്ടായിരുന്നോ? രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു. വരുന്നുണ്ട് ആളുകൾ. ആ സേതു, എന്തായാലും മുല്ലപ്പൂവിന് നിലവിൽ കച്ചവടം വലിയ രീതിയിലില്ലെങ്കിൽ പോലും ഇന്നും നാളെയുമായി വലിയ രീതിയിലുള്ള കച്ചവടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ എല്ലാവരും പ്രതീക്ഷ. പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അവിടെ എല്ലാം വസ്ത്ര വ്യാപാരശാലകളാണുള്ളത്. എല്ലാവരും പ്രധാനമായും വസ്ത്രങ്ങൾ വാങ്ങാനും പിന്നെ അതിനോടൊപ്പം തന്നെ പായസമൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പഴവങ്ങാടി സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഈ കമ്മലും മറ്റ് വസ്ത്രങ്ങളൊക്കെ കാണാൻ കഴിയും. ചേച്ചി, ഓണം എവിടെ വരെ? ഓണം ഇങ്ങെത്തി. എന്തൊക്കെയാ പരിപാടികൾ എന്തോ, തിരുവോണം ഒരുക്കണം, സദ്യ കഴിക്കണം. എല്ലാം ശരിയാക്കിയോ? എന്താ ഓണത്തിന് എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്തോ അടപ്രഥമൻ, പായസേമ്യ. എത്ര പായസമുണ്ട്? 2 തരം പായസമുണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യും? പിന്നെ എൻജോയ് ചെയ്യും. ദേശീയോത്സവം അല്ലേ, അപ്പൊ പിന്നെ എൻജോയ് ചെയ്യണ്ടേ. പിന്നെ എല്ലാവരോടും പുറത്തൊക്കെ പോകും? പോണം. എന്തായാലും എല്ലാവരും ഇതിന്റെ ഭാഗമായി തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആവണം. ഇത് മാത്രമല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയില്ലേ, ആര്യശാല ഭാഗത്തൊക്കെ എത്തുമ്പോ ഇപ്പം നല്ല തിരക്കാണ്. കാരണം ബോളി വാങ്ങാനുള്ള തിരക്കും കൂടി ഇപ്പോഴേ തുടങ്ങുമായിരിക്കും അവിടെയൊക്കെ. അതേ സേതു, നമുക്കറിയാവുന്നതുപോലെ തന്നെ ബോളിയും പായസക്കടയും ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴാണ് അറ്റത്താണ് പഴവങ്ങാടി സ്ട്രീറ്റിൻ്റെ. പക്ഷേ ആ ഭാഗത്തോട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ഓരോ വശത്ത് നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നല്ല വളകളൊക്കെ കിട്ടും. അപ്പോൾ ആ വളകളൊക്കെ വാങ്ങി ആക്സസറീസൊക്കെ നോക്കി, ബാഗ് നോക്കി, ഡ്രസ്സ് നോക്കി എല്ലാവരും ഇങ്ങനെ വന്നു. ഇതേപ്പോൾ ഒരു കുടുംബം നമ്മളൊപ്പം ചേരുന്നു. ചേട്ടാ, എവിടെ വരെ ഓണം? എന്തായി ഓണം? എന്തായി? അടിപൊളിയാണോ? എവിടെ? സൂപ്പർ. ചേച്ചി, എന്താ ഓണം? എന്തായി? അടിപൊളി. ഓണത്തിന് എന്താ സ്പെഷ്യൽ? എന്താ ശരി ഹാൻസ്. അപ്പൊ എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്, ഓണ തിരക്കിലാണ്. തിരുവനന്തപുരം പഴവങ്ങാടിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്.